വാനവും ഭൂമിയും ചമച്ചവനെ വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനേ. വാനവും ഭൂമിയും ചമച്ചവനെ മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ. യേശുനാഥ നീ എൻ ദൈവം. യേശുനാഥ നീ എൻ ആശ്രയം. യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. അടുത്ത പാട്ട് പാടുമ്പോൾ എല്ലാവരും ചേർന്ന് കരങ്ങളടിച്ച് ദൈവത്തെ പാടി സ്തുതിക്കും. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിച്ചതോർത്താലെങ്ങനെ നാം. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിച്ചതോർത്താലെങ്ങനെ നാം. പലകനേശുവെ മറന്നിരിക്കും തന്റെ ഒന്നായി ഘോഷിച്ചിടാം. പലകനേശുവെ മറന്നിരിക്കും തന്റെ
തുണയാരോളം വൻകീരിയിൽ ഉയർത്തിടും ഞാൻ എന്റെ കൺകൾ. തുണയാരോളം വൻകീരിയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവയൻ പാലകൻ താൻ ഇല്ലെനിക്കോ കേടമൊട്ടും. യഹോവയൻ പാലകൻ താൻ ഇല്ലെനിക്കോ കേടമൊട്ടും. ഉയർത്തിയിടും ഞാൻ എന്റെ കൺകൾ. തുണയാരോടും വൻകീരിയിൽ ഉയർത്തിയിടും ഞാൻ എന്റെ കൺകൾ. തുണയാരോടും വൻകീരിയിൽ ശത്രുഭയം നീക്കിയെന്നെ മാത്രത്തോറും കാത്തിടുന്നു. ശത്രുഭയം നീക്കിയെന്നെ മാത്രത്തോറും കാത്തിടുന്നു. നീതിൻ സൽപാതകളിൽ നിത്യവും നടത്തിയിടുന്നു. നീതിൻ സൽപാതകളിൽ നിത്യവും നടത്തിയിടുന്നു. ഉയർത്തിയിടും ഞാൻ എന്റെ കൺകൾ. തുണയാരോടും വൻകീരിയിൽ ഉയർത്തിയിടും ഞാൻ എന്റെ കൺകൾ. തുണയാരോടും വൻകീരിയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഉയർത്തിയിടും ഞാൻ എന്റെ കൺകൾ. തുണയാരോടും വൻകീരിയിൽ ഉയർത്തിയിടും ഞാൻ എന്റെ കൺകൾ. തുണയാരോടും വൻകീരിയിൽ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവമായ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് പൽക്കാലം ഞങ്ങൾക്ക് ഒന്നിച്ചങ്ങയെ മഹത്വപ്പെടുത്തുവാടിയാക്കാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന് ആരാധിപ്പാൻ, അങ്ങയെ പാടി സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കിയല്ലോ.
ഇവാഞ്ചലിസ്റ്റ് വില്യം ബെഞ്ചമിൻ നല്ലൊരു ദൂത് ഞങ്ങൾക്ക് തന്നതിനാൽ സ്തോത്രം. അല്പസമയം കൂടെ അങ്ങയുടെ സന്നിധാനത്ത് ഞങ്ങൾ ഇരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും ഇരിക്കാം. നമുക്കൊരു വാക്യം വായിക്കാം. റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യവും 25-ാമത്തെ വാക്യവും ഞാൻ വായിക്കുന്നു. Let's turn our attention to the book of Romans, chapter 11, verse 15 and 25. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? ഇത് 15-ാമത്തെ വാക്യമാണ്. ഇനി 25-ാമത്തെ വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാർ നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. For if their rejection means the reconciliation of the world, what will their acceptance mean but life from the dead? Lest you be wise in your own sight, I do not want you to be unaware of this mystery, brothers. A partial hardening has come upon Israel until the fullness of the Gentiles has come in. ഇന്ന് പൽക്കാലം നമുക്ക് ഒന്നിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഒരുക്കി തന്ന സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for this opportunity that He has given us to worship together. ഇവാഞ്ചലിസ്റ്റ് വില്യം ബെഞ്ചമിൻ അനുഗ്രഹിക്കപ്പെട്ടൊരു മെസ്സേജ് നമുക്ക് ലഭിക്കാനിടയായി. We were able to get a wonderful message from Evangelist William Benjamin. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളെ അവിടുത്തെ ആരാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. I also greet all the people that have joined us from all parts of the world in our worship service this morning. കഴിഞ്ഞ ആഴ്ച ഞാൻ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചാണ് പ്രസംഗിപ്പാനിടയായത്. Last week I was able to talk about the war that's happening currently between Russia and Ukraine. ലോകത്തിലുള്ളവര് അതേ വിവിധ രാജ്യങ്ങളിൽ നാട്ട് 20,000 അധികം ആൾക്കാർ ആ പ്രസംഗം ശ്രദ്ധിപ്പാൻ തക്കോണമിടയായി. I understand that over 20,000 people all over the world have heard that message വിവിധ ചാനൽ കൂടി അവരെ കേൾക്കുവാനിടയായി. through various channels. അതിന്റെ തുടർന്നുള്ള ഭാഗം കൂടെ അത് സംസാരിക്കണം എന്ന് പലരും റിക്വസ്റ്റ് ചെയ്യുകയുണ്ടായി. And many people have requested me to continue that message from last week. ഇപ്പോൾ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ആരെക്കൊണ്ടും അത് ക്രമീകരിപ്പാൻ ഒത്തുതീർക്കാൻ പാടില്ലാത്ത നിലയിൽ ആ യുദ്ധം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. And this battle continues in a way that no one is able to come with a remedy for it. ഇന്ന് ഇസ്രായേലും റഷ്യയും തമ്മിലുള്ള ആ വിഷയങ്ങളാണ് ഞാൻ അല്പസമയം നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. Today I want to talk to you around Israel as well as Russia. ഇവിടെ നമ്മൾ വായിച്ച വേദവാക്യം റോമാലേഖനം 11-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ്. The verse we read today is Romans chapter 11 verse 15. ആ റോമാലേഖനത്തിലെ വിഷയം വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള വിഷയം ആസ്പദമാക്കിയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. The book of Romans and what Paul has written here is about the righteousness or reconciliation that happens through faith. 9, 10, 11 ഈ 3 അധ്യായങ്ങൾ ഒരു ബ്രാക്കറ്റ് പീരീഡ്, ഒരു പാരന്തറ്റിക്കൽ പീരീഡായിട്ട് 3 അധ്യായങ്ങൾ യഹൂദ ജാതിയെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്ന 3 അധ്യായങ്ങളാണ്. The 3 chapters of 9, 10 and 11 is a bracket period that is representing the Jewish people or the people of Israel. ഇസ്രായേലിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു വരുമ്പോൾ 15-ാമത്തെ വാക്യം പറയാണ്, അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? And in verse 15, Apostle Paul is saying, for if their rejection means the reconciliation of the world, what will their acceptance mean but life from the dead? ഇവിടെ 2 വിഷയങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുന്നത്. Apostle Paul is speaking about 2 different topics here. ഒന്ന് അവരുടെ ഭ്രംശം, One is their rejection. 2 അവരുടെ അംഗീകരണം. Second is their acceptance. അവരുടെ ഭ്രംശം മുഖാന്തരം ഉണ്ടായത് ലോകം ദൈവത്തോട് നിരപ്പ് പ്രാപിക്കത്തക്ക നിലയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണം സംഭവിക്കാനിടയായി. Their rejection caused a reconciliation of the world through the death of Christ Jesus for all people. അവരുടെ അംഗീകരണം, അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പാണ് എന്നാണ് പൗലോസോട് പറയുന്നത്. And Paul is pointing out that when they come back and they are accepted, that will represent life from the dead. ഇസ്രായേൽ ജനത്തിന് 2 നിലയിലുള്ള ഭ്രംശം സംഭവിച്ചിട്ടുണ്ട്. There were 2 rejections that happened to the people of Israel. ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തപ്പോൾ ദൈവം അവരോട് പ്രത്യേകം പറഞ്ഞു, ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്കുണ്ടാകരുത്. When God had chosen the people of Israel, He had clearly commanded them that you should not have any other God except me. അവരുടെ പഴയ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ
പാപം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയായിരുന്നു. When you examine their history, their biggest sin was idol worship. അതിനാൽ അവർ പല പ്രാവശ്യം ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനും ദൈവം അവരെ കൈവിടുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. And because of that, they went away from God, and as a result, God had rejected them as well. ലോക ചരിത്രവും തിരുവചനവും നമ്മൾ പഠിച്ചു നോക്കുകയാണെങ്കിൽ വിഗ്രഹ സേവ ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് ബാബിലോൺ അല്ലെങ്കിൽ ഇറാഖിൽ നിന്നാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. When you examine world history as well as biblical history, you see that idol worship started in the place called Babylon. അവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടതായ വിഗ്രഹങ്ങളെ ഇസ്രായേൽ ജനം ആരാധിപ്പാൻ തുടങ്ങിയപ്പോൾ ദൈവം അവരെ തള്ളിക്കളഞ്ഞു. അവർ ബാബിലോണിലേക്ക് അടിമകളായി പിടിക്കപ്പെട്ടുകൊണ്ട് പോയി. And when the people of Israel started worshipping the idols that came from Babylon, God had rejected them and they became enslaved to the Babylonians. ലോകത്തിൽ ആദ്യമായി ദേവാലയം പണിത് ശലോമോൻ രാജാവാണ്. The first person to build the temple for God was King Solomon. ശലോമോൻ പണിയിച്ച ദേവാലയത്തെ അതേ നെബൂഖദ്നേസർ രാജാവും സൈന്യങ്ങളും BC 606 നശിപ്പിച്ചതായി നമ്മൾ വായിക്കുന്നു. And we read in history in BC 606 that King Nebuchadnezzar destroyed the temple that King Solomon had built. അതേ ബാക്കിയുള്ള അനേകം യഹൂദന്മാരെ വാളിന്റെ വായ്ത്തലയാൽ കൊന്നു. ബാക്കിയുള്ളവരെ അടിമകളായി പിടിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയതായി ചരിത്രം പറയുന്നു. And many Jews were killed by the tip of the sword and by the edge of the sword, and we see many other Jews were taken as slaves to Babylon. യൂഫ്രട്ടീസ്, അഗാവ, അതേ കേബാർ, ഈ നദികളുടെ തീരത്ത് ഈ യഹൂദന്മാരെ താമസിപ്പിച്ചു. Euphrates, Agaba, and Kephar rivers were the places that these Jewish people stayed. അവിടെ വെച്ച് അവർ പാടിയ ഒരു പാട്ടാണ് 137 സങ്കീർത്തനം. And the song that is inscribed in Psalms 137 describes the song that they sang. അവർ പറഞ്ഞു, ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. And they said, by the rivers of Babylon we sat down, and yea, we wept when we thought about Zion. അവരുടെ കരച്ചിൽ നമുക്ക് ഇവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. And we hear their cry. അതേ ഈ പല പ്രാവശ്യം പഴയ നിയമ കാലത്ത് ഇവർ ദൈവത്തിൽ നിന്ന് ഭ്രംശിക്കപ്പെട്ടു പോയിട്ടുണ്ട്. Many a times in the Old Testament times they were rejected by God. അതിലേറ്റവും വലിയ പാപം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയായിരുന്നു. And the biggest sin that they had committed was idol worship. എന്നാൽ ഇവിടെ പറയുന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഈ ഭ്രംശം എന്ന് പറയുന്നത് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി കടന്നു വന്ന ദൈവപുത്രനെ അവർ തള്ളിക്കളഞ്ഞതാണ് അതേ ഭ്രംശിക്കപ്പെടുവാൻ കാരണം. But the rejection that Paul describes in this verse is it came as a result of them not recognizing or them rejecting the Son of God. രണ്ട് വിഷയങ്ങളാണ് ഞാൻ ഇന്ന് പലക്കാലം നിങ്ങളെ ഓർപ്പിക്കുന്നത്. I want to remind you of two topics today. ഒന്ന്, അവരുടെ ആത്മീയ ഭ്രംശത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. Let's think about their spiritual rejection. ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ രണ്ട് വിഷയമുണ്ട്, ആത്മീയ ഭ്രംശമുണ്ട്, അക്ഷരീയ ഭ്രംശമുണ്ട്. And from that there are two topics. There is the spiritual rejection as well as the physical rejection. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. In John 1 verse 11 we read that he came to his own and his own people did not receive him. യഹൂദന്മാർ രക്ഷിപ്പാൻ തക്കവണ്ണം അവരെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കടന്നു വന്നത്. Jesus came to redeem and save the Jews. എന്നാൽ അവർ അവനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെടുന്നതിന് പകരം അവർ അവനെ തള്ളിക്കളഞ്ഞു. But instead of accepting him, they had rejected him. പിന്നെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. And we see in verse 12 that those that accept him, he has given them he has appointed them to be the children of God. ഇസ്രായേൽ ജനത്തിന്റെ ആത്മീയ വീണ്ടെടുപ്പിന് വേണ്ടി കടന്നു എന്ന കർത്താവായ യേശുക്രിസ്തു കടന്നു എന്ന ഒരു പ്രത്യേക സന്ദർഭമുണ്ട്. There was a specific time that Jesus had come down to spiritually receive the people of Israel. അത് യേശുക്രിസ്തുവിന്റെ കഴുതമേലുള്ള യാത്രയാണ്. And that was the journey that Jesus had on top of the donkey. യേശുവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലുവീൻ. Jesus told his disciples, go to the village that's away from you. അവിടെ ആരും ഒരു നാളും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ നിങ്ങൾ കാണും. And you will see a young colt that is tied up there that no one has ridden on. അതിനെ അഴിച്ചോണ്ട് വരുവീൻ. Why don't you release it and bring him to me? അതിനെ അഴിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളെ ചോദ്യം ചെയ്താൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുവീൻ. And if you release that colt and you bring that forward, if someone asks you why are you taking this, tell them that the Lord needs it. അവർ ആ കഴുതയെ അഴിച്ചോണ്ട് വന്നു. And they took that donkey and they brought it to Jesus. അവിടെ ചോദ്യം ചെയ്യാൻ ആൾക്കാർ എഴുന്നേറ്റു. There were people that rose up to question him. ഇവർ അവർക്ക് മറുപടി കൊടുത്തു. They gave a response. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ They said when the Lord needs him. അവർ പിന്നെ അതിന്റെ അകത്ത് കയറി ഇടപെട്ടില്ല. They did not go further into that matter. ആ
കഴുതയെ കൊണ്ട് യേശുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. And that donkey was put in the hands of Jesus. യേശു ക്രിസ്തുവിന്റെ വസ്ത്രം അതിന്മേൽ വിരിച്ചു. And the clothes of Jesus was placed on it. യേശു ക്രിസ്തുവിന്റെ 3 ഔദ്യോഗിക സ്ഥാനങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി താൻ കടന്നു ചെന്നത്. And representing the 3 positional powers that Jesus had, he is going through to the people of Israel to deliver them. എന്താണ് യേശു ക്രിസ്തുവിന്റെ 3 ഔദ്യോഗിക സ്ഥാനം? What are his 3 positional powers? ഒന്നവൻ രാജാവാണ്, രണ്ടവൻ പ്രവാചകനാണ്, മൂന്നവൻ പുരോഹിതനാണ്. One, he is a king. Second, he is a prophet. Third, he is a priest. അതെ, അവൻ രാജാവായി, പ്രവാചകനായി, പുരോഹിതനായി അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി കടന്നു ചെല്ലുന്ന ഒരു പ്രത്യേക സന്ദർഭമാണ് ഈ കഴുതമേലുള്ള യാത്ര. The journey on top of that donkey represents a special moment where he is gone to deliver the people of Israel, representing himself as the king, the prophet, and the priest. പുരുഷാരം തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. And the crowd started to place their clothes on the ground. വസ്ത്രം വിരിപ്പാൻ പ്രാപ്തിയില്ലാത്തവരും വൃക്ഷങ്ങളുടെ മുകളിൽ കയറി വൃക്ഷത്തിന്റെ കൊമ്പുകൾ വെട്ടി വഴിയിൽ വിതറി. And those who were unable to put their clothes on the ground climbed up on trees and put leaves on the ground. അവരെല്ലാവരും ഹോസന്ന പാടി. And they sang Hosanna. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് And they പറഞ്ഞു. said, blessed be the one that comes in the name of the Lord. തന്റെ ആഘോഷയാത്ര താൻ ഒരു രാജാവാണെന്ന് സ്പഷ്ടമായി വെളിപ്പെടുത്തി. And the way that he was traveling represents clearly that he is a king. ഈ യാത്രയെക്കുറിച്ച് സക്കറിയ പ്രവചനം 9-ാം അധ്യായം 9-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. And about this journey we read in the book of Zechariah chapter 9 and verse 9. സീയോൻ പുത്രിയേ, ഇതാ നിന്റെ രാജാവ് കഴുതപ്പുറത്ത് കയറി വരുന്നു. The daughter of Zion, here is your king that's coming on top of a donkey. താൻ ഒരു രാജാവാണെന്ന് തന്റെ ആഘോഷയാത്ര സ്പഷ്ടമായി വെളിപ്പെടുത്തി. And that journey clearly showed that he was a king. എന്നാൽ രാജാക്കന്മാർ ഉപയോഗിക്കുന്ന വാഹനമൃഗം അല്ല താൻ ഉപയോഗിച്ചത്. But he did not use the animal that the kings used. രാജാക്കന്മാർ ഉപയോഗിക്കുന്ന വാഹനമൃഗം ഒന്നിൽ കുതിര അല്ലെങ്കിൽ കോവർ കഴുതയാണ്. And what the kings typically use as an animal is the horse. എന്നാൽ തന്റെ ആഘോഷയാത്ര താൻ രാജാവാണെന്ന് വെളിപ്പെടുത്തിയെങ്കിലും താൻ ഉപയോഗിച്ച വാഹനമൃഗം വെറും ഒരു കഴുതയാണ്. But even though he traveled as a king, the animal that he used was just a donkey. പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ കഴുത പ്രവാചകന്മാർ ഉപയോഗിക്കുന്ന വാഹനമൃഗമാണ്. And when we read and study the Old Testament, we see that the colt or the donkey is used by a prophet. തന്റെ ആഘോഷയാത്ര താൻ രാജാവാണെന്ന് വെളിപ്പെടുത്തിയെങ്കിലും താൻ ഉപയോഗിച്ച വാഹനമൃഗം അവൻ ഒരു പ്രവാചകനാണെന്ന് വെളിപ്പെടുത്തി. That celebratory journey that Jesus was conducting showed that he was a king, but the animal that he used shows that he was a prophet. പഴയ നിയമത്തിൽ പ്രവാചകനായ ബിലയാം ഒരു പ്രവാചകനായിരുന്നു. അവൻ കഴുതപ്പുറത്ത് യാത്ര ചെയ്തതായി കാണുന്നു. We read in the Old Testament how the prophet Balaam traveled on top of a donkey. അവന്റെ ആഘോഷയാത്ര താൻ രാജാവാണെന്നും താൻ ഉപയോഗിച്ച വാഹനമൃഗം ഒരു പ്രവാചകനാണെന്നും വെളിപ്പെടുത്തി. The journey shows his representation as a king, while the animal that he climbed on shows his representation as a prophet. തന്റെ ആഘോഷയാത്ര ഇസ്രായേൽ ജനം ആർത്തട്ടഹസിപ്പാൻ തക്കണ്ടിയായി. And all the people were celebrating on the sidelines. അവരെല്ലാം ആർത്ത് വിളിക്കാൻ തുടങ്ങി. And they started to shout and cheer. അവരെല്ലാം ഹോസന്ന പാടി. They started to sing Hosanna. അവർ വന്ന് പറഞ്ഞു, അതേ ഇവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. And people came and told them to be quiet. യേശു പറഞ്ഞു, ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ല് ആർപ്പിടുമെന്ന് പറഞ്ഞു. And Jesus said, if they are quiet, the stones will call out. താൻ രാജാവായി പ്രവാചകനായി ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ തനിക്ക് യെരൂശലേം നഗരം കാണാമായിരുന്നു. And as he was traveling in that journey as the king and the prophet, he could see the city of Jerusalem. അവർ അതേ വീണ്ടെടുപ്പിന് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ അവർ അവനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെടേണ്ടതിന് പകരം അവർ അവനെ തള്ളിക്കളയുന്ന കാഴ്ച താൻ ആത്മാവിൽ കാണുകയുണ്ടായി. In the spiritual eyes, he saw that the people that should have accepted him, that they were going to reject the deliverance that he was going to അവിടെ offer. വായിക്കുന്ന യെരൂശലേം ദേവാലയവും നഗരം കണ്ടപ്പോൾ യേശു കരഞ്ഞുവെന്നാണ് ലൂക്കോസ് 19-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. And in Luke chapter 19 verse 41 we read like this, that when he saw the city of Jerusalem, he started to weep. യേശു കരഞ്ഞ പ്രത്യേക 3 സന്ദർഭമുണ്ട്. There were 3 times that Jesus had wept. ഒന്ന് ലാസറിന്റെ കല്ലറ യേശു കരഞ്ഞു. One at the tomb of Lazarus, he wept. രണ്ടിപ്പോൾ യെരൂശലേം നഗരത്തെ കണ്ടപ്പോൾ താൻ കരഞ്ഞു. And now secondly, he is looking at the city of Jerusalem and he is weeping. മൂന്ന് കാൽവരി ക്രൂശിൽ താൻ കരഞ്ഞു. And third, on the cross of Calvary, he wept. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടെന്ന് നിലവിളിച്ചു. My God, why have you forsaken me? He cried out. യെരൂശലേമിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കടന്നു ചെന്നപ്പോൾ അവർ അവനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെടേണ്ടതിന് പകരം അവർ അവനെ തള്ളിക്കളയുന്ന കാഴ്ച താൻ കണ്ടു. And with his eyes he saw that when he was traveling to that city of Jerusalem, instead of the people accepting him, he saw that they rejected him. യേശു ഒരു പ്രവചനം പ്രവചിച്ചു. And Jesus prophesied. ഈ നാൾ നീ നിന്റെ സമാധാനത്തിലുള്ളതെങ്കിൽ ഉള്ളത് നീയും അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. And he said, if you knew that this time was for your peace, it would have been good. അത് നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിന്റെ ചുറ്റും വാടകോരി നിന്നെയും നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ
കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരുന്നു എന്ന് പറഞ്ഞു. But because this has been hidden from your eyes, the days will come upon you when your enemies will set a barricade around you and surround you in every side and tear you down to the ground, you and your children within you, and they will not leave one stone upon another in you. രാജാവായി പ്രവാചകനായി അവൻ യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു. And as a king and as a prophet, he came to the temple of Jerusalem. അപ്പോൾ ദേവാലയം മുഴുവൻ ബിസിനസ്സുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. And he saw that the temple was filled with businessmen. ബിസിനസ്സുകാരുടെ മേശമൊത്തം താൻ മറിച്ചിട്ടു. And he threw down all the tables of that താൻ business. ചമ്മട്ടി ഉണ്ടാക്കി ബിസിനസ്സുകാരെല്ലാം അടിച്ചു പുറത്താക്കി. And he whips all of them. വാസ്തവത്തിൽ യേശു എന്താണ് ചെയ്തത്? What was Jesus doing? താൻ ദേവാലയത്തെ He ശുദ്ധീകരിക്കുകയായിരുന്നു. was sanctifying that temple. ദേവാലയ ശുദ്ധീകരണം ആർക്കുള്ള ജോലിയാണ്? Who has the responsibility of sanctification in the temple? മഹാപുരോഹിതന്മാർക്കുള്ള ജോലിയാണ്. That belongs to the high priest. തന്റെ ഈ ശുദ്ധീകരണ കർമ്മം താൻ ഒരു പുരോഹിതനാണെന്ന് വെളിപ്പെടുത്തി. And that showed that he is a priest. താൻ ഒരു രാജാവാണെന്ന് തന്റെ ആഘോഷയാത്ര വെളിപ്പെടുത്തി. His journey shows he is a king. താൻ ഉപയോഗിച്ച വാഹനമൃഗം താന്റെ പ്രവാചകനാണെന്ന് The വെളിപ്പെടുത്തി. animal he was on top of shows that he is a prophet. താൻ നടത്തിയ ശുദ്ധീകരണ കർമ്മം താന്റെ പുരോഹിതനാണെന്ന് And വെളിപ്പെടുത്തി. the sanctification that he did shows that he is a high അവൻ priest. സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായൊരു അവനെ കൈക്കൊണ്ടില്ല. He came to his own, but his own rejected him. അതെ, പിന്നെ യേശു പറഞ്ഞു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എല്ലാവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തുകൊണ്ടാണ് ജാതികളാകുന്ന നമുക്ക് ഈ പാതയിലേക്ക് കടന്നു വരാനിടയായത്. And then he says, but to all that did receive him, who believed in his name, he gave them the right to become the children of God. That's why all of us are in this faith. ആ യാത്ര കഴിഞ്ഞ് അന്ന് താൻ ആഗ്രഹത്തിൽ ചെന്ന് വിശ്രമിക്കുകയുണ്ടായി. And so that night, he went, after that journey, he was resting. താൻ പിന്നെ പിറ്റേ ദിവസം യാത്ര ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ And the next day, as he was traveling, ഒരു അത്തിവൃക്ഷം ഇലകളാൽ നിബിഡമായി നിൽക്കുന്ന കാഴ്ച കണ്ടു. and he saw this fig tree that was that was filled. അതിൽ ഫലം കാണുന്നു വിചാരിച്ച് യേശു അങ്ങോട്ട് കടന്നു ചെന്നു. And when he saw the leaves, he thought there would be fruit, so he went near it. ഇലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വൃക്ഷമാണ്. And this was a tree filled with leaves. അതിൽ അത്തിക്കായ ഒന്ന് കാണാഞ്ഞതിനാൽ യേശു ആ അത്തിയെ ശപിച്ചതായി കാണുന്നു. And we see because he could not find a fig in it, he cursed that tree. പിറ്റേ ദിവസം അവർ നോക്കിയപ്പോൾ, ശിഷ്യന്മാർ നോക്കിയപ്പോൾ അത് ഉണങ്ങി നിൽക്കുന്നു. And the next day when the disciples saw, that tree was dried up. അതിന്റെ അർത്ഥം എന്താണ്? What does that mean? യഹൂദന്മാർ ഇതുപോലെ നശിച്ചു പോകും, ഉണങ്ങിപ്പോകുമെന്ന് യേശു അവിടെ തെളിയിക്കുകയായിരുന്നു. Jesus was proving that the people of the Jewish state would be destroyed in this manner. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ചെയ്യുന്ന സമയത്ത് During the crucifixion of Jesus, യെരൂശലേം പുത്രിമാർ കരഞ്ഞുകൊണ്ട് യേശുവിന്റെ പിന്നാലെ കടന്നു വന്നു. the daughters of Jerusalem cried and came to Jesus. യേശു എന്താണ് പറഞ്ഞത്? What did Jesus say? യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട. Daughters of Jerusalem, you don't need to cry for me. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. Cry for you and your children. യേശു ക്രിസ്തുവിനെ അവർ അത് തകർത്ത് കളഞ്ഞു. They destroyed Jesus. ഇനി അവരുടെ അക്ഷരീയ ഭ്രംശമാണ് സംഭവിക്കേണ്ടത്. Now their physical rejection needs to അവർ happen. ആത്മീയമായി ഭ്രംശിക്കപ്പെട്ടു. Spiritually, they were rejected. ഇനി അക്ഷരീയമായി ഭ്രംശിക്കപ്പെടാൻ പോവുകയാണ്. Now physically or factually, they're going to be എനിക്ക് ഇതിന്റെ rejected. എല്ലാ ചരിത്രം പറയാൻ തക്ക സമയമില്ല. I don't have time to describe the history. യഹൂദന്മാർ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ While the Israelis and Jewish people were staying there, AD 70 വെസ്പേഷ്യന്റെ മകനായ തീത്തോസ് 60,000 പടയാളികളുമായി കടന്നു വന്ന് യെരൂശലേം നഗരം വളഞ്ഞു. in AD 60, Titus came and surrounded the state with 60,000 soldiers ഇവരോട് കീഴടങ്ങാൻ പറഞ്ഞു. and told them to surrender. അവർ പറഞ്ഞു, ഞങ്ങൾ കീഴടങ്ങത്തില്ല. And they said, we will not surrender. ടൈറ്റസ് എന്താണ് ചെയ്തത്? What did Titus do? ഈ മതിലിന് ചുറ്റും വലിയൊരു കുഴി കുഴിച്ചു. He started to dig a big trench around this wall. യെരൂശലേം ഗേറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും തുറക്കാൻ പറ്റാത്ത ഗേറ്റാണ്. The Jerusalem gate was one that no one could open. അത് പൂട്ടപ്പെട്ട് കിടക്കുകയാണ്. And it is locked. ഇവിടുന്ന് യഹൂദന്മാർക്ക് ഈ പട്ടണത്തിൽ നിന്ന് വെളി പോകുവാനോ വെളിയിൽ നിന്ന് ഒരാൾക്ക് അകത്ത് വരാനോ സാധിക്കാത്ത നിലയിൽ ഈ സൈന്യം അവരെ ചുറ്റി വളഞ്ഞു. And the entire army surrounded them in a way that soldiers could not leave. The people of Jerusalem could not leave from within the city, nor could anybody come into the city. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ After many months had passed, പലരും ക്ഷാമം കൊണ്ട് മരിക്കാൻ തുടങ്ങി. when many people started to die of famine, ഭക്ഷണം കിട്ടാതായി. when they did not eat, could not get food, അവർ ചെരുപ്പ് വിഴുങ്ങി കഴിക്കാൻ തുടങ്ങി. they started to boil their slippers and eat. മാതാപിതാക്കന്മാർ സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നു ഭക്ഷിക്കാൻ തുടങ്ങി. Even the parents started to kill their own children and started eating. അവിടെ വലിയ രോഗം വർദ്ധിച്ചു. And plagues started to break out. അനേകർ മരണപ്പെടുവാൻ Many will face death. തീത്തോസ് സൈന്യം നോക്കിയിട്ട് ഒരു വിധത്തിൽ അകത്ത് കയറാൻ ഒക്കത്തില്ല. Titus and soldiers tried their best, but they could not get in. അങ്ങനെ ഒരു പടയാളിയും അതിന് ചുറ്റും ഇങ്ങനെ നടന്നു. And at that moment, one soldier started to roam around this wall. ഒരു
ഒരു കല്ല് ഇളകിയിരിക്കുന്നത് കണ്ടു. and saw that one stone was loose. ആ കല്ല് താൻ ഇളക്കി മാറ്റി. He took that stone and he removed it. അതിനെ തുടർന്ന് പല കല്ലുകൾ താൻ മാറ്റി. And continuing, he started to remove stones. ഒരാൾക്ക് മാത്രം അകത്ത് കയറാവുന്ന ഒരു ദ്വാരം താൻ ഉണ്ടാക്കി. And he made enough of an opening for one person to get in. താൻ അകത്തേക്ക് കയറി. And he went inside. യെരുശലേം ഗേറ്റിന്റെ വാതിൽ തുറന്നു. And he opened the gate of the Jerusalem wall. 3000 സൈന്യങ്ങൾ വാളുമായി അകത്തേക്ക് കയറി. Titus and his soldiers were stormed in with swords. 13 ലക്ഷത്തിലധികം യഹൂദന്മാരെ അന്ന് കൊന്നു കളഞ്ഞു. And he killed more than 1.3 million Jews on that day. അങ്ങനെ AD 70 അവർ റോമൻ സൈന്യം പിടിച്ചെടുത്ത് അവരവിടുന്ന് ചെതറുവാൻ തക്കവണ്ണം തീർന്നു. And in that manner the Roman Empire captured Jerusalem and all the people were scattered. ഞാൻ ഈ ചരിത്രങ്ങളൊക്കെ വിവരിക്കാൻ പോയാൽ നിങ്ങൾ ഇരുന്ന് കരയും. If I start to describe the historical context here, you will be in ഞാൻ tears. പലപ്പോഴും യഹൂദന്മാരുടെ ചരിത്രം വായിച്ച് കരഞ്ഞു പോയിട്ടുണ്ട്. Many a times I have read the history of the Jews and I have cried. അനേകരെ അവർ ക്രൂശിച്ചു വന്നു. They have crucified many. അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയിട്ട് അവർക്ക് സാധിക്കുന്നില്ല. They tried to escape but they could not. AD 70 13 ലക്ഷത്തിലധികം യഹൂദന്മാരെ തീത്തോസിന്റെ സൈന്യം കൊന്നു കളഞ്ഞു. Titus and his soldiers killed 1.3 million Jews in AD 70. ഹെരോദ് രാജാവ് പണിയിച്ച ദേവാലയമാണ് യെരുശലേം ദേവാലയം. It was the king Herod that had built that particular temple of Jerusalem. തീത്തോസിന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. Titus had this desire. അത് തന്റെ വിജയസ്തംഭമായി നിർത്തണമെന്ന്. He wanted to put that as his victory pinnacle there. എന്നാൽ അതുകൊണ്ട് യെരുശലേം ദേവാലയത്തെ തുടരുന്ന പ്രത്യേക ആജ്ഞ കൊടുത്തിരുന്നു. And so he had commanded that the temple should not be touched. ഈ ആജ്ഞ അറിയാതിരുന്ന ഒരു പടയാളി ഒരു പന്തമെടുത്ത് യെരുശലേം ദേവാലയത്തിന്റെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞു. And so someone who did not know about this command took a burning arrow and threw it at this temple. ഈ ദേവാലയം 7 വർഷം കൊണ്ട് പണിതാണ്. This was a temple structured and built for 7 years. 1,53,000 പേരെ കൊണ്ട് പണിത ദേവാലയമാണ്. A temple that was built with 153,000 people. അതിമനോഹരമായ ദേവാലയമാണ്. A beautiful temple. ഒരിക്കൽ യേശുവിനെ ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു ഈ ദേവാലയത്തിന്റെ ഭംഗി എത്ര വലുതാണ്. And one time the disciples looked at Jesus and said, Jesus, how beautiful is this യേശു temple? പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകും. And Jesus said that there's going to be a time when this will not stand stone upon stone. ഒരു പടയാളി പന്തമെടുത്ത് ഇതിലേക്ക് എറിയുകയുണ്ടായി. And one of the soldiers took a burning arrow and aimed and threw it. ആ ദേവാലയം ആളിക്കത്തി. And the temple started to burn up. അത് നശിച്ചു. And it was destroyed. ഇതിന്റെ കല്ലിന്റെ ഇടയിൽ എന്തെങ്കിലും നിക്ഷേപമാണെന്ന് വിചാരിച്ച് ഓരോ കല്ലും അവർ ഇളക്കാനിടയായി. And they started to remove stone by stone to see if there was any precious stones in there. അതിന്റെ അടിസ്ഥാന കല്ലുകൾ വരെ അവർ ഇളക്കി. They even removed the foundational stones. യേശു പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകും. And Jesus said that this temple will not stand stone by stone. AD 70 അവർ യെരുശലേമിൽ നിന്ന് ലോകത്തിന്റെ വിഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയി. And in AD 70 they were scattered all over the world. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ, And if their rejections meant the reconciliation of the world, അവരുടെ അംഗീകരണം മരിച്ചയുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? their acceptance will mean nothing but life from the dead. പലസ്തീൻ നാട് പല ജാതികൾ ഭരിക്കാൻ തക്കണ്ടായി. Many people came and ruled over the state of the Palestine. ഇനി അവരുടെ അംഗീകരണമാണ് ആവശ്യം. But now their acceptance is what is needed. കർത്താവേ, പൗലോസ് പറഞ്ഞു, അവരുടെ അംഗീകരണം മരിച്ചവർ ഉയർപ്പെന്നല്ലാതെ എന്താകും? And Paul says their acceptance will mean life from the dead. അതും കൂടെ തെളിയിച്ച് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുകയാണ്. I'm going to prove that as well, and I'm going to end my message. അവർ ലോകത്തിലേക്ക് ചതറപ്പെട്ടെങ്കിൽ, Even though they were scattered all over the world, അവർ അക്ഷരീയമായും ആത്മീയമായും ഭ്രംശിക്കപ്പെട്ടെങ്കിൽ, even though they were spiritually and physically rejected, അവരെ ദൈവം വീണ്ടും അംഗീകരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. it says that God will accept them again. അവരുടെ അംഗീകരണം നടക്കുമ്പോൾ When their acceptance happens, മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? what will it be but life from the dead? 7ാം നൂറ്റാണ്ട് മുതൽ തുർക്കിയുടെ കൈവശം ഈ പട്ടണം വന്നുയർന്നു. From the 7th century, this city was being ruled by the Turkish people. തുർക്കികൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. And the Turkish Empire was reigning the city. യഹൂദന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്നു, ആരും തങ്ങളെ സ്വീകരിച്ചില്ല. And the Jewish people, though scattered in many parts of the world, no one accepted them. അവർ ഇന്ത്യയിലും കടന്നു വന്നു. They came to India as well. ഇന്ത്യയിൽ മനസ്സേ ഗോത്രം എന്ന് പറയുന്ന ഒരു ഗോത്രം മണിപ്പൂരിൽ ഉണ്ടായിരുന്നു. The tribe of Manasseh lived in the place in our state called Manipur in India. ആന്ധ്രാപ്രദേശത്തെ എഫ്രൈം ഗോത്രം എന്ന് പറയുന്ന ഗോത്രത്തിന്റെ വംശാവലി അവിടെ ഉണ്ടായിരുന്നു. And the descendants of the tribe of Ephraim also was in Andhra Pradesh. ഇതൊക്കെ നമ്മുടെ കാലഘട്ടത്തിൽ നിറവേറിയ കാര്യങ്ങളാണ്. These are the events that was fulfilled during our lifetime. മനസ്സേ ഗോത്രവും എഫ്രൈം ഗോത്രവും കടന്നുപോയി. Manasseh tribe and Ephraim tribe, they left India and went back. ഇന്ന് എറണാകുളത്ത് ചില
ചില യഹൂദന്മാർ കുടുംബം അവിടെ താമസിക്കുന്നുണ്ട്. In Ernakulam today, there are a few Jewish people. അവർക്ക് മലയാളം നല്ലവണ്ണം അറിയാം. And they speak Malayalam really well. അവരൊക്കെ പ്രായം ചെന്ന് വൃദ്ധരായിരിക്കുകയാണ്. And they are really old at this time. അതെ, യഹൂദന്മാരെ ഉപദ്രവിക്കാത്ത ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. The one country that did not harm the Jews were Indians. അമേരിക്കയും അത്ര ഉപദ്രവിച്ചിട്ടില്ല. And America has also not harmed them as well. ഇന്ന് ഇന്ത്യ നശിച്ചു പോയിരിക്കുന്നതിന്റെ കാരണം, the reason India is not being destroyed, യഹൂദന്മാർക്ക് നന്മ ചെയ്ത ഒരു രാജ്യമാണ് ഇന്ത്യ. India is a country that did good for the Jews. അതെ, യഹൂദന്മാരെ അവർ ഉപദ്രവിച്ചിട്ടില്ല. They did not harm the Jews. കൊച്ചിയിൽ ഇന്നും ഒരു സീനാഗോഗ വന്നിട്ടുണ്ട്. And even today there is a synagogue in Kochi. അതായത് 2 വർഷം മുമ്പ് അതേ ഇസ്രായേലിൽ വലിയ ബഹളമുണ്ടായപ്പോൾ ഈ സീനാഗോഗ് നശിപ്പിക്കാൻ തക്കോണം ആൾക്കാർ കൂടി വന്നു. There was a big problem in Israel about a couple of years ago, so some people came to destroy the synagogue in Kochi. കേരള ഗവൺമെന്റ് പെട്ടെന്ന് പോലീസ് അതിനകത്ത് നാട് നിർത്തി ഇന്നും ആ സീനാഗോഗ് അവിടെ നിലനിൽക്കുന്നു. But the Kerala police surrounded it, and even that synagogue stands today. ഇന്ന് ഇന്ത്യ നശിച്ചു പോയിരിക്കുന്നത് കാരണം യഹൂദന്മാർക്ക് ചെയ്ത നന്മ കൊണ്ടാണ് ഇന്ത്യ ഇന്ന് പൂർണ്ണമായി അല്ലെങ്കിൽ അത് പ്രതിച്ചു പോയിരിക്കുന്നത്. The reason India is not destroyed today is because of what they did for the people of Israel. ഇവർ റഷ്യയിൽ കടന്നു ചെന്നു. They went to Russia. അവിടെ വലിയ ഉപദ്രവം ഉണ്ടായി. They were persecuted there. ജർമ്മനി വലിയ ഉപദ്രവം ഉണ്ടായി. You know about the persecution in ബ്രിട്ടനിൽ Germany. വലിയ ഉപദ്രവം ഉണ്ടായി. Persecution in സ്പെയിനിൽ Britain. വലിയ ഉപദ്രവം ഉണ്ടായി. Persecution in Spain. യോർക്ക് കോട്ടയിൽ ഇവരെ അകത്തേക്ക് കയറ്റി ശ്വാസം മുട്ടിച്ച് കൊല്ലുകയുണ്ടായി. And they were gassed in many chambers that they were put in. ഇന്ന് ജർമ്മനി നിങ്ങളൊന്ന് കടന്നില്ലേ? If you go to Germany, ഇന്നും യഹൂദന്മാരുടെ മരണത്തിന്റെ ശബ്ദം അവിടെ നിലവിളിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. they say that the voices of the Jews, the dead, the forefathers of the Jews, you can still be heard. ലോകം മുഴുവൻ ഇവർ ചതറപ്പെട്ടു പോയി. They were scattered all over the world. എന്നാൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, But Christ says ഈ അത്തി വീണ്ടും അതേ ഫലം കായ്ക്കും. that this fig will bloom again. ഈ അത്തി വീണ്ടും തളിർക്കും. That this fig will blossom. യേശു പറഞ്ഞ അത്തിയെ നോക്കി രൂപമെടുപ്പീൻ. He said, from the fig tree, learn this lesson. അതിന്റെ കൊമ്പ് ഇളതായി അതേ ഇളതളിർക്കുമ്പോൾ വേണൽ അടുത്തിരിക്കുന്നത് നിങ്ങൾ അറിയുന്നുവല്ലോ. As soon as its branches become tender and puts out its leaves, you know that summer is near. അങ്ങനെ ഈ അത്തി ഇന്ന് അറുത്തുകൊണ്ടിരിക്കുകയാണ്. This fig has leaves and it's blossoming now. ബൈബിളിൽ 3 വൃക്ഷങ്ങൾ നമുക്ക് കാണാം. You see 3 trees in the Bible. ഒന്ന് മുന്തിരി, One is the wine. 2 ഒലിവ്, The second is the olive. 3 അത്തി. The third is the fig. മുന്തിരി അവരുടെ ആത്മീയതയെ കാണിക്കുന്നു. The olive shows the spiritual state. ഒലിവ് അവരുടെ റിലീജിയനെ കാണിക്കുന്നു. The wine shows the spiritual state. Olive shows the religion. അത്തിവൃക്ഷം അവരുടെ രാഷ്ട്രീയ നിലയെ കാണിക്കുന്നു. And the fig shows their political nature. കർത്താവ് ഇപ്രകാരം പറഞ്ഞു, Christ says, അത്തിയെ നോക്കി രൂപമെടുപ്പീൻ. learn a lesson by looking at the fig. അതിന്റെ ഇല തളിർക്കും. And the leaves will come out. 7-8 നൂറ്റാണ്ടുകൾ, അത് AD 70 മുതൽ 7-8 നൂറ്റാണ്ടുകൾ തുർക്കിയുടെ കൈവശമിരുന്ന ഈ രാജ്യം വീണ്ടും കിട്ടാൻ തക്കണം അവർ ആഗ്രഹിച്ചു. For several centuries, this place that was under the control of the Turkish Empire, they desired that they get this place ഈ back. സംഭവത്തിന്റെ ഒഴുക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. Understand the flow of history. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കാൻ വേണ്ടിയാണ്. It is so that your hope will rise. ലോകരാജ്യങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, Everyone listening to this message from all parts of the world, ഇന്ന് പൽക്കാലം കർത്താവിന്റെ വരവ് വാതിക്കലായിരിക്കുന്നു നമ്മൾ പറയുന്നു. understand that the second coming of Christ is near. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഭൂലോകം എങ്ങുമുള്ള യഹൂദന്മാരുടെ ഇടയിൽ വലിയൊരു ഉണർവുണ്ടായി. And this is when a revival broke out amongst the Jews across that was scattered on all parts of the world. ആ ഉണർവിന്റെ കാരണക്കാരൻ തിയോഡർ ഹെർസൽ, അദ്ദേഹം ഓസ്ട്രിയയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം ഒരു യഹൂദ വക്കീലാണ്. And an Austrian lawyer named Theodor was the main reason that Theodor Herzl was the main reason that this happened. താനൊരു പുസ്തകം അടിച്ചിറക്കി. He wrote this book. ആ പുസ്തകത്തിന്റെ പേര് ദ ജൂവിഷ് സ്റ്റേറ്റ് എന്നാണ്. And the name of that book is The Jewish State. ആ പുസ്തകം ലോകം മുഴുവൻ യഹൂദന്മാരുടെ വിതരണം ചെയ്തു. And this was sent to all the Jews across the world. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ ഇതാണ്. And the words in that book. ലോകത്തിലുള്ള സകല യഹൂദന്മാർക്കും സകല ആൾക്കാർക്കും സകല ജാതികൾക്കും ഒരു രാഷ്ട്രമുള്ളതുപോലെ യഹൂദന്മാർക്ക് ഒരു രാഷ്ട്രം ഉണ്ടാകണം. And it said that just like all the people of the world have their own state, the Jewish people must have a state as well. ആ രാഷ്ട്രം എന്ന് പറയുന്നത് പലസ്തീൻ നാടായിരിക്കണം. And that state should be the land of Palestine. അത് ലഭിക്കാൻ ഒക്കത്തില്ലെങ്കിൽ യഹൂദന്മാർ ഒരു ജാതി എന്ന നിലയിൽ അതാത് രാജ്യങ്ങളിൽ ലയിച്ചു ചേരണം. And if that has not happened, then the Jewish people should should accept the places and conform to the place that they live in today. യഹൂദ ജാതി എന്നുള്ള ഒരു ജാതി കാണാൻ പാടില്ല. And such a group of the Jewish people should cease to exist. ഈ തിയോഡർ ഹെർസന്റെ ഈ പുസ്തകം
യഹൂദന്മാർ വായിച്ചെഴുതപ്പോൾ അവരുടെ വലിയ ഉണർവുണ്ടായി. When the Jews all over the world read the book written by Theodore Herzl, that broke out a revival amongst them. അങ്ങനെയൊക്കെയുള്ള 1897 സ്വിറ്റ്സർലൻഡിൽ ബാസൽ പട്ടണത്തിൽ വെച്ച് ഭൂലോകമുള്ള സകല യഹൂദന്മാരുടെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടി. And in 1897 in Basel, Switzerland, there was a summit and a congress that was called for all Jews across the world. ഈ സമ്മേളനം വിളിച്ചു കൂട്ടിയത് ഈ തിയോഡർ ഹെർസലാണ്. It was Theodore Herzl that called this summit together. ആ സമ്മേളനത്തിൽ വെച്ച് ഒരു നാഷണൽ കോൺഗ്രസ് അവർ രൂപീകരിച്ചു. And in that summit they established a national congress. അതിന് സിയോൻ സംഘം എന്ന് പേര് കൊടുത്തു. And that was known as the Zion Congress. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പലസ്തീൻ നാട് തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. And the aim of that was to take back the land of Palestine. അതിന് തെരഞ്ഞെടുത്ത ഒരു റെപ്രസെന്റേറ്റീവ് സംഘത്തെ അതേ പലസ്തീനിലേക്ക് പറഞ്ഞു വിട്ടു. And they sent representatives to the land of Palestine. അന്നത്തെ ഭരണാധികാരിയായി തുർക്കി സുൽത്താനെ പോയി കണ്ടു. And they saw the Sultan of Turkey and had conversations with him. അവർ ഇങ്ങനെ ഒരു അപേക്ഷ അർപ്പിച്ചു. And they put this request to him. പലസ്തീൻ നാട് ഞങ്ങളുടെ രാജ്യമാണ്. The land of Palestine belongs to us. അത് ഞങ്ങൾക്ക് തിരിച്ചരണം. You need to give it back to us. അതിന്റെ വില ഞങ്ങൾ പണമായിട്ട് തരാം. And we will give you the cash for ഒരു it. രാജ്യം വിലയ്ക്ക് വാങ്ങിക്കാനുള്ളത് യഹൂദന്മാർക്ക് നിഷ്പ്രയാസം നടക്കുന്ന കാര്യമാണ്. To buy their land with cash is easy for the Jews. ലോകത്തിലുള്ള ഏറ്റവും വലിയ പണക്കാരെന്ന് പറഞ്ഞ യഹൂദന്മാരാണ്. The richest people in this world are the Jews. തുർക്കി സുൽത്താൻ പറഞ്ഞു ഇതിന്റെ പണം ഇതിന്റെ വില ഞങ്ങൾ പണമായിട്ട് തരാം. And to the Sultan of Turkey they said, we will give you cash for our land. തുർക്കി സുൽത്താൻ എന്താണ് മറുപടി കൊടുത്തത്? The response the Sultan gave, ഈജിപ്തിലെ നീല നദിയിലെ വെള്ളം എന്ന് പലസ്തീൻ നാട്ടിലേക്ക് ഒഴുകുമോ അന്ന് രാജ്യം തന്നേക്കാന്ന് പറഞ്ഞു. and he said, whenever the Nile River water, the water from the Nile River channels into the land of Palestine, that day we will give you that land. എന്ന് പറഞ്ഞാൽ തിരിച്ചു തരാൻ പോകുന്നില്ല. That means that we don't plan to give it back to you. ഇവർ ദുഃഖിതരായി തിരിച്ചു പോന്നു. They were sad and they went back. ഇന്ന് ദൈവജനത്തോട് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. Let me remind the children of God this. ഇസ്രായേൽ രാജ്യം വിലയ്ക്ക് വാങ്ങിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. God will not allow Israel, the land of Israel, to be purchased for cash. ദൈവത്തിന്റെ സമയമാകുമ്പോൾ അവരുടെ കയ്യിൽ നിന്നെടുത്ത് അവർക്ക് കൊടുക്കുമെന്നുള്ള കാര്യം അവർ അറിയാതെ പോയി. They did not know that in the time of God, God will give their land back to them. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത്. This is when World War I breaks out. ഓസ്ട്രിയയിൽ ഒരു ചെറിയ സംഭവം കാരണമാക്കാണ് ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. Because of a small incident in Austria, that's what caused World War I to break out. ഓസ്ട്രിയയിലെ രാജകുമാരൻ തുറന്ന കാറിൽ യാത്ര ചെയ്യുമ്പോൾ When the Prince of Austria was traveling in an open car, ആരോ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. someone assassinated him. അടുത്തുള്ള രാജ്യക്കാരാണെന്ന് പറഞ്ഞ് അവർ നേരെ യുദ്ധം പ്രഖ്യാപിച്ചു. And they, assuming that it was the nearest country, they declared a war against them. ഇതെല്ലാം നിങ്ങൾ സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചിട്ടുള്ളതാണ്. You have learned all of this in social studies. ആ യുദ്ധം ഒരു വലിയ യുദ്ധമായി മാറി. That was a big war. ലോകരാജ്യങ്ങൾ ഓരോ പക്ഷം ചേരാൻ തുടങ്ങി. The countries, nations started to side on each side. ബ്രിട്ടനും ജർമ്മനിയും തമ്മിൽ യുദ്ധം പ്രഖ്യാപിച്ചു. Britain and Germany declared war amongst each other. ആ ബ്രിട്ടനും ജർമ്മനിയും ഇങ്ങനെ യുദ്ധം അതികഠോരമായി നടക്കുമ്പോൾ And while that war started to reach a pinnacle point, ആരംഭത്തിൽ ജർമ്മനിക്കാണ് വിജയം ലഭിച്ചുകൊണ്ടിരുന്നത്. Germany started to gain victory slowly. ബ്രിട്ടന്റെ യൂറോപ്പ് മേഖലയിലുള്ളതായ വെടിമരുന്ന് ലഭിച്ചുകൊണ്ടിരുന്ന സഹായമായി ലഭിച്ചുകൊണ്ടിരുന്ന പല പ്രദേശങ്ങളും ജർമ്മനിയുടെ കൈവശമായി പോയി. And all the places that Britain was getting the ammunitions from, they were possessed and controlled now by Germany. ബ്രിട്ടന് വെടിമരുന്ന് കിട്ടാതെ വന്നു. And at this point they are not getting the ammunitions or the gunpowder that they need. അന്നേരം സിയോൻ സംഘത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന റഷ്യക്കാരൻ ശാസ്ത്രജ്ഞൻ വെയ്റ്റ്സ്മാൻ അന്ന് ബ്രിട്ടനിൽ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരിക്കുന്ന സമയമാണ്. And the Russian scientist who is Jewish, Walesman, was a professor at Manchester University in the UK. അന്ന് ബ്രിട്ടന്റെ മന്ത്രിയായിരുന്ന ബാൽഫർ പ്രഭു ഇങ്ങനെ പറയുണ്ടായി. And Lord Balfour said like this on that day, വെയ്റ്റ്സ്മാനെ എങ്ങനെയെങ്കിലും വെടിമരുന്ന് ഉണ്ടാക്കി തരണം. Walesman, I need you to figure out how to make gunpowder. യൂറോപ്പ് മേഖല മൊത്തം ജർമ്മനിയുടെ കൈവശമായി പോയി. Because all the entirety of the continent of Europe is now under the control of Germany. ഈ വെയ്റ്റ്സ്മാൻ ഒരു പ്രാർത്ഥനാമനുഷ്യനായിരുന്നു. This Walesman was someone who prayed. അവൻ പ്രാർത്ഥിച്ചിട്ട് TNT ഗ്യാസ് എന്ന് പറഞ്ഞ സ്ഫോടക വസ്തു കണ്ടുപിടിച്ചു. And by praying he discovered the TNT gas. അത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ വളരെ ഫലപ്രദമെന്ന് കണ്ടു. And as he examined and studied it, he understood that this was very good. എന്നാൽ ഇത് യൂറോപ്പ് മേഖലയിൽ കൂടി
അത് കടത്തിക്കൊണ്ട് പോയാൽ ഇത് കേടായി പോകും. But if they try to get this across to Europe, it will actually destroy itself. അവിടുത്തെ കാലാവസ്ഥ ഇതിന് വിരുദ്ധമാണ്. Because the temperature there is not supportive of. ഈ വൈസ്മാൻ പ്രാർത്ഥന മനുഷ്യനായിരുന്നു. This Walesman was a man of prayer. അവൻ ദൈവത്തോട് പ്രാർത്ഥന പ്രാർത്ഥിച്ചു. And he started to pray. ദൈവമേ നീ എനിക്കെന്ന ബുദ്ധി കൊണ്ട് TNT ഗ്യാസ് കണ്ടുപിടിച്ചു. God, with the wisdom you gave me, I have discovered TNT gas. ഇത് കേടുകൂടാതെ യുദ്ധമേഖലയിൽ കൊണ്ടുപോകാൻ എനിക്ക് വഴി പറഞ്ഞു തരണമേ. You need to provide me a way to send this to the continent in a way that the TNT gas will not be damaged. താൻ പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ തുറന്നു. And he opened the Bible after praying. തനിക്ക് കിട്ടിയ വാക്യം യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 22-23 വാക്യങ്ങളാണ്. And what he got was Job chapter 38 verse 38, 22 and 23. verse 22 and 23. ഈ വാക്യം താൻ വായിച്ചു. And he read those verses. ആ വാക്യം ഇങ്ങനെയാണ്. This is what the verse നീ says. ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? Have you entered the storehouses of the snow? കൽമഴയുടെ കൽക്കൂമ്പാരം നീ കണ്ടിട്ടുണ്ടോ? Have you seen the storehouses of the ale? ഞാനതിനെ പോരും പടയുമുള്ള നാളിലേക്ക് സംഭരിച്ചു. I have reserved them for the time of trouble, for the day of battle and war. അപ്പൊ ബേസ്മെന്റ് കാര്യം മനസ്സിലായി. Walesman understood this. ഈ മഞ്ഞുകെട്ട മഞ്ഞ് പോരും പടയുമുള്ള നാളിൽ പ്രയോജനപ്പെടുന്നു മനസ്സിലാക്കി. He understood that snow and ale is useful for the day of battle and war. ഉണ്ടാക്കിയ TNT ഗ്യാസ് മഞ്ഞിൽ പൊതിഞ്ഞ് യുദ്ധമഹലിലേക്ക് കൊണ്ടുപോയി. And he took the TNT gas, covered it with snow, and he took it to the place of battle. ജർമ്മനി ആയിരുന്നു ആദ്യം ജയിച്ചുകൊണ്ടിരുന്നത്. While Germany was winning. ഈ TNT ഗ്യാസ് കൊണ്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ബ്രിട്ടൻ ജയം ലഭിക്കാൻ തുടങ്ങി. And Britain started to gain victory as the TNT gas was being used. മന്ത്രി ബാൽഫർ പ്രഭു അതേ ബേസ്മെന്റിനോട് ചോദ്യം ചോദിച്ചു. Lord Balfour asked Walesman this question. നിറഞ്ഞ കണ്ണുകളാണ് ചോദിച്ചത്. With tears in his eyes. ബേസ്മെന്റ് നീ ചെയ്ത ഈ ഉപകാരത്തിന് നിനക്ക് എന്ത് വേണം? Walesman, for the favor that you have done for us, what do you need in return? ബേസ്മെന്റ് കൊടുത്ത മറുപടി എന്താ The അറിയാമോ? response Walesman gave. എനിക്കൊന്നും വേണ്ട. I don't want ഈ anything. യുദ്ധം ജയിക്കുകയാണെങ്കിൽ If you gain victory in this war, പലസ്തീൻ നാട് തുർക്കിയുടെ കയ്യിൽ നിർത്തി ഞങ്ങൾക്ക് തരണം. you need to take the land of Palestine from the control of the Turkish Empire and give it to us. മന്ത്രി ബാൽഫർ ഷെയ്ഖിനോട് പറഞ്ഞു നിശ്ചയമായും പലസ്തീൻ നാട് തുർക്കിയുടെ കയ്യിൽ നിർത്ത് ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. Lord Balfour shook his hand and said, if we win, we will give you that land. ബ്രിട്ടൻ വിജയിച്ചുകൊണ്ടിരുന്നു. Britain continued to gain victory. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ജയത്തോടുള്ള ബന്ധത്തിലാണ് അതേ പലസ്തീൻ നാട് പിടിച്ചടക്കാൻ തക്കവണ്ണം അതേ സൈന്യത്തെ ബ്രിട്ടന്റെ സൈന്യത്തെ അയക്കാൻ തുടങ്ങി. And this is when the soldiers started to now continue to enter the continent of Europe to battle this war. അതിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു അറിയാമോ? And you know who the captain ജനറൽ was? അല്ലംബി എന്ന് പറയുന്ന സേനാനിയാണ്. And it was Lord Allenby, and he was the general there. അദ്ദേഹം ഒരു യഹൂദ ക്രിസ്ത്യാനിയായിരുന്നു. He was a Jewish Christian, ബൈബിൾ നന്നായി വിശ്വസിച്ച വ്യക്തിയായിരുന്നു. someone who believed in the Bible. ജനറൽ അല്ലംബി തന്റെ സൈന്യത്തെ രണ്ട് ഭാഗമായി തിരിച്ചു. And General Allenby split his soldiers into two. ഒരു ഭാഗം പലസ്തീൻ നാട്ടിൽ കിഴക്ക് വരാൻ അയച്ചു. And one was to send to one side of the land of Palestine. ഒരു ഭാഗത്തിന്റെ അത് നേതൃത്വം അല്ലംബി തന്നെ വഹിച്ചു. The other part, the leadership of that other group of soldiers, he led it. അവർ ഈജിപ്ത് അലക്സാന്ദ്രിയയിൽ ഇറങ്ങി. And they went to Alexandria in Egypt. അലക്സാന്ദ്രിയ അവർ കൈറോയിലേക്ക് മാർച്ച് ചെയ്തു. And from Alexandria they marched to Cairo. കൈറോയിൽ നിന്ന് പലസ്തീൻ നാട്ടിലേക്ക് ഇവർ മാർച്ച് ചെയ്യുകയാണ്. And they are now going from Cairo to the land of Palestine. അന്ന് ഇന്നത്തെ പോലെ മഴ ലഭിച്ചുകൊണ്ടിരുന്നില്ല. And they did not have the conveniences of today then. അല്ലംബിയുടെ സൈന്യത്തിന് വെള്ളം കിട്ടാതെ വന്നു. And there was a moment when these soldiers was not getting water. അവരെന്താണ് ചെയ്യുന്നറിയാമോ? Do you know what they did? ഈജിപ്തിലെ നീലനദിയിലെ വെള്ളം പൈപ്പ് ലൈനായി നീട്ടാൻ തുടങ്ങി. They started to extend the waters of the river Nile in Egypt through the pipeline. ആ ലൈൻ നീട്ടി അവസാനം പലസ്തീൻ നാട്ടിലേക്ക് വന്നു. And they continued that pipeline all the way to the land of Palestine. തുർക്കി സുൽത്താൻ എന്താണ് മറുപടി കൊടുത്തത്? What was the response of the ഈജിപ്തിലെ Sultan? നീലനദിയിലെ വെള്ളം എന്ന് പലസ്തീൻ നാട്ടിൽ ഒഴുകുമോ അന്ന് രാജ്യം കൈവിട്ടേക്കാമെന്നാണ്. On the day that the waters of river Nile enters the land of Palestine, that day we will give you the land. തുർക്കി സുൽത്താന്റെ മറുപടി ദൈവം ഒരു പ്രവചനമാക്കി മാറ്റി. And the response of the Sultan of Turkey was converted to a prophecy by my God. അവസാനം 1917 നവംബർ മാസത്തിൽ അല്ലംബിയുടെ സൈന്യം പലസ്തീനിൽ ശമൂവേൽ പ്രവാചകനെ അടക്കം ചെയ്ത മലയുടെ മുകളിൽ താവളം അടിച്ചു. And in 1917, General Allenby and his soldiers came upon the mountain where the prophet Samuel was buried. മറ്റേ സൈന്യം പലസ്തീനിന്റെ കിഴക്ക് വന്ന് താവളം അടിച്ചിരിക്കുന്നു. And on the other side, the rest of the soldiers came. അല്ലംബി തന്റെ സൈന്യത്തോട് ഇങ്ങനെ പറഞ്ഞു. And this is what Allenby said to his soldiers. ഒരിക്കലും അവിടുന്ന് വെടി വരാതെ അങ്ങോട്ട് വെടിവെക്കല്ലേ. Until a gunfire comes from the other side, do not fire your guns. അല്ലംബിക്ക് കർത്താവിന്റെ നഗരത്തിൽ
അതേ രക്തം ചിന്താതക്കണം താല്പര്യമില്ലായിരുന്നു. Allenby did not have the desire to have bloodshed in the city of God. അന്ന് ബ്രിട്ടന്റെ രാജാവായിരിക്കുന്നത് ജോർജ് പഞ്ചാമനാണ്. And King George was the George that was reigning over England. ഈ അല്ലമ്പി ജോർജ് പഞ്ചാമന് കമ്പി മാർഗയുടെ ഒരു ചോദ്യം ചോദിച്ചു. And he, through telegram, he asked this question to the king. ഇതെന്റെ യേശുവിന്റെ നഗരമാണ്. This is the city of my Jesus. ഇവിടെ എനിക്ക് രക്തം ചിന്താൻ ആഗ്രഹമില്ല. I do not have the desire to have bloodshed in this city. What should I do? ജോർജ് പഞ്ചാമൻ തിരിച്ചു മറുപടി കൊടുത്തു. And King George V responded back and said, നീ പ്രാർത്ഥിച്ചിട്ട് യുക്തം പറയുക. and he said, Allenby, you pray and do according to how you're led. അല്ലമ്പി മുട്ടുമേന്ന് പ്രാർത്ഥിച്ചു. And Allenby knelt on his knees and he started to കർത്താവേ, pray. ഈ നഗരം രക്തം ചിന്താതെ പിടിപ്പാൻ എനിക്കിടയാക്കണമേ. Oh Lord, allow me to capture this city without shedding one drop of blood. അതെ, അല്ലമ്പി അനേക ലേഖകൾ അടിച്ചു. And he started to print out a lot of literature. പലസ്തീന്റെ മുകളിൽ കൂടെ വിമാനങ്ങൾ പറന്നു. And there were airplanes flying over ഈ Palestine. ലേഖകൾ പലസ്തീൻ നഗരത്തിലേക്ക് വിതറി. And all of these newsletters were dropped into the land of Palestine. അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. And this is what was inscribed. നിങ്ങൾ എതിർക്കാതെ കീഴടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അനേക നന്മകൾ ഉണ്ടാകും. If you surrender yourselves without a fight, we will give you a lot of reward. അതുകൊണ്ട് തുർക്കി സൈന്യങ്ങളെ നിങ്ങൾ കീഴടങ്ങുക. And so the armies of Turkey, surrender yourselves. നിങ്ങൾ ആരെയും ഞങ്ങൾ കൊല്ലത്തില്ല. We will not kill you. 1917 ഡിസംബർ മാസം 9 തീയതി ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറായി എന്നറിയിക്കുന്ന വെള്ളക്കൊടി അല്ലമ്പി മുകളിലേക്ക് ഉയർത്തി. And so Allenby raised a flag that on December 9 in 1917, showing that they are now ready for war. അതെ, ഞങ്ങൾ ഇന്ന ദിവസം യുദ്ധം ആരംഭിക്കുന്നു അത് അങ്ങോട്ട് പറഞ്ഞു. And they gave a warning that on this day we will begin the battle. ഞങ്ങൾ തയ്യാറായി എന്നറിയിക്കുന്ന വെള്ളക്കൊടി വന്ന മുകളിൽ ഉയരാൻ തുടങ്ങി. 4 അറബി നേതാക്കന്മാർ 4 കുതിരപ്പുറത്ത് 4 വെള്ളക്കൊടിയും പിടിച്ചുകൊണ്ട് അല്ലമ്പിയുടെ അരികിലേക്ക് കടന്നു വന്നു. And there were 4 generals that represented the Arab nation with a white flag that came to Lord Allenby at that time. യോപ്പ ഗേറ്റിന്റെയും യെരുശലേം ഗേറ്റിന്റെ താക്കോൽ അല്ലമ്പിയുടെ പാദത്തിൽ വെച്ചു. And they put the keys to the gate of Joppa and the gates of Jerusalem, and they gave it to Lord Allenby. അവർ കുതിരപ്പുറത്ത് താഴെ ഇറങ്ങി. And they got out of the horses. അല്ലമ്പിയെ നമസ്കരിച്ചു. They bowed down before ഞങ്ങൾ Allenby. കീഴടങ്ങിയിരിക്കുന്നു. We have surrendered, they said. പട്ടണം വന്ന് പിടിച്ചുകൊള്ളുക. Why don't you go into your city? അവരുടെ ഭ്രംശം, If their rejection, ലോകത്തിന് നിരപ്പിന് ഹേതുവായെങ്കിൽ, if it was meant for the reconciliation of അവരുടെ the world, അംഗീകരണം മരിച്ചവർ ഉയർപ്പെന്നല്ലാതെ എന്താകും? their acceptance will mean life from the dead. അന്ന് തന്നെ അല്ലമ്പിയും തന്റെ സൈന്യങ്ങളും എല്ലാവരും ബാൻഡ് മേളങ്ങളാൽ ഈ യോപ്പ ഗേറ്റിലേക്ക് യാത്ര ചെയ്തു. And that day Lord Allenby, his soldiers, through a big orchestra and band, went down to the Joppa gate. യോപ്പ ഗേറ്റ് അവിടെ ചെന്നപ്പോൾ When they went to the gate of Joppa, അല്ലമ്പി കുതിരപ്പുറത്ത് താഴെ ഇറങ്ങി. Allenby got out of his horse. കർത്താവിന്റെ നഗരത്തെ നമസ്കരിച്ചു. He bowed down and worshipped the city. താക്കോലോട് യോപ്പ ഗേറ്റ് തുറന്നു. With the keys he opened the gate of Joppa. ഇവരകത്തേക്ക് കയറി. They went inside. 3 ദിവസം യെരുശലേമിൽ പലസ്തീനിൽ ബാൻഡ് മേളങ്ങളോട് ഇവർ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു. And they worshipped their God through the band and orchestra that they had for 3 days. അങ്ങനെ പലസ്തീൻ നാട് കീഴടങ്ങിയുണ്ടായി. That's how they captured the land of Palestine. അങ്ങനെ ഇരിക്കുമ്പോൾ മന്ത്രി ബാൽഫർ പ്രഭു And in that time Lord Balfour ഒരു വിളംബരം ചെയ്തു. sent this declaration. ഞാൻ സോഷ്യലിസ്റ്റ് പഠിച്ചപ്പോൾ ബാൽഫർ വിളംബരം എന്നൊക്കെ വായിച്ചിട്ടുണ്ട്. I have when I studied social studies, I've heard the declaration of Balfour. നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട്. You've all heard that. അതെ, പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ബാൽഫർ വിളംബരം എന്ന് പറഞ്ഞാൽ എന്ത്? It was a question in our examination. What is the declaration of Balfour? യഹൂദന്മാർക്ക് പൂർണ്ണമായി സ്വാതന്ത്ര്യത്തോടെ പലസ്തീൻ നാട്ടിൽ പ്രവേശിപ്പാൻ ബ്രിട്ടൻ അനുവാദം കൊടുത്താണ് ബാൽഫർ വിളംബരം. That declaration was the independence that was allotted to the people of Israel into the land of Palestine. അങ്ങനെ 1920 മുതൽ ഇസ്രായേൽ ജനം അവിടേക്ക് കുടിയേറുവാൻ തുടങ്ങി. And so from 1920 on, the people of Israel started to come back. ഞാൻ ഇവിടെ ദിവസങ്ങളൊന്നും ഇത് പറഞ്ഞു തരത്തില്ല. I can stand here for days and preach about this topic. രണ്ട് കാര്യം ഇവിടെ പറഞ്ഞു ഇവിടെ അവസാനിപ്പിക്കാൻ. I'm going to say 2 things and end here. അതെ, പട്ടി ചുറ്റി കാക്കുമ്പോൾ യഹോവയുടെ നഗരത്തെ കാക്കുമെന്ന് ദൈവത്തിന്റെ വചനം യെശയ്യാപ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. In the book of Isaiah, it is said that the city of
Jerusalem will be protected just like the birds in the skies. യെരുശലേം നഗരത്തിന്റെ മുകളിൽ കൂടെ വിമാനങ്ങൾ ഇങ്ങനെ പറക്കാൻ തുടങ്ങി. Like birds, planes started to fly around the city of Jerusalem. ഇസ്രായേൽ ജനം ആദ്യമായി ബ്രിട്ടന്റെ കപ്പലുകളിലാണ്, അതേ പ്ലെയിനിലും വന്നു, ബ്രിട്ടന്റെ കപ്പലുകളിൽ അതേ യെരുശലേമിലേക്ക് വന്നു. Many people of Israel, the Jewish people, came to the land of Palestine through the ships in Britain as well as in planes. നിങ്ങൾ യെശയ്യാപ്രവചനം 60-ാം വായിച്ചു നോക്ക്. When you read the book of Isaiah, എഴുന്നേറ്റ് പ്രകാശിക്കൂ, stand up and lighten up, നിന്റെ ഉദ്ധാരണം വന്നിരിക്കുന്നു. for your deliverance is near. തർശീശ് കപ്പലുകൾ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. That the ships of Tarshish are waiting for me. ദ്വീപവാസികൾ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. That the islanders are waiting for me. അങ്ങനെ ബ്രിട്ടന്റെ കപ്പലുകളിലും പ്ലെയിനുമായി 1920 മുതൽ യഹൂദന്മാർ പലസ്തീൻ നാട്ടിൽ കുടിയേറി. So from 1920 on, through the ships of Great Britain and their planes, the people of Israel came back to the land. അവരെല്ലാരും അവിടെ കയറി കഴിഞ്ഞപ്പോൾ, When they came back to their land, അവരെല്ലാം കവിണ് വീണു. they fell down. പലസ്തീൻ നാട്ടിന്റെ പൊടി നക്കാൻ തക്കോടിയായി. They licked the dust of the earth. അവരുടെ ഭ്രംശം, Their rejection. ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ, If it was for the reconciliation of അവരുടെ the world, അംഗീകരണം, their acceptance, മരിച്ചവരുടെ ഉയർപ്പെന്നെല്ലാം ഉണ്ടാവും. it will be but life from the dead. എന്നാൽ ബ്രിട്ടന്റെ അവിശ്വസ്തത കാണിച്ചു. But there was one unfaithfulness that Britain did. അവർക്ക് പൂർണ്ണമായി രാജ്യം സ്ഥാപിക്കാൻ സമ്മതം കൊടുത്തില്ല. They did not give them the ability to call it a sovereign ഈ nation. പലസ്തീൻ നാട് യഹൂദന്മാർക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ യുദ്ധം അവസാനിച്ചു. When they received this land, the war ended. അതേ ഈ രാജ്യത്തിന്റെ മാൻഡേറ്റ് ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്ത് നടത്തുകയാണ്. But Great Britain was continuing their reign in that land. നിങ്ങൾക്കറിയാമോ, ബ്രിട്ടൻ ഇന്ന് മൂന്നാം ശക്തിയിലേക്ക് മാറിപ്പോയി. You know that the power of Britain has descended down to the third അത് position യഹൂദരോട് കാണിച്ച അവിശ്വസ്തതയാണ്. because of the unfaithfulness they showed to എന്നാൽ Israel. ദൈവത്തിന്റെ കരികാരത്തിൽ ഇവർക്ക് സ്വന്തമായി രാജ്യം ഉണ്ടാകണം എന്നുള്ളതായിരുന്നു. But according to God's plan, they should have their own sovereign nation. അങ്ങനെ 1939 മുതൽ 45 വരെ രണ്ടാം ലോകമഹായുദ്ധം. And 1939 to 1945, the broke out the World War II. അതും ബ്രിട്ടൻ ജർമ്മനിയും തമ്മിലായിരുന്നു. Again between Britain and Germany. ആ യുദ്ധത്തിൽ ജയിച്ചവരെ, They also won that war. ആ യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോൾ Once they won that war, 1948 മെയ് മാസം 14 ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ചു. 1948 May 14th, the nation of Israel was born. അവർക്ക് ഒരു ശക്തിയൊന്നും ഇല്ലായിരുന്ന സന്ദർഭമാണ്. It was a time when they did not have power. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നത് ബെൻ ഗൂറിയോനാണ്. Ben Gurion was the prime minister then. ബെൻ ഗൂറിയോൻ ദാവീദിന്റെ നക്ഷത്രം ഉൾപ്പെട്ട ഒരു കൊടി 1948 മെയ് മാസം 14 മന്നം മുകളിലേക്ക് ഉയർത്തി. And on May 14, 1948, Ben Gurion established this flag with the Star of David, and he started to make it rise up slowly, and rose that flag. ഇതാ ഞങ്ങൾ രാഷ്ട്രം സ്ഥാപിച്ചിരിക്കുന്നു. Representing that they have established a ഞങ്ങളുടെ nation. രാഷ്ട്രത്തിന്റെ പേര് ഇസ്രായേൽ എന്നാണ്. And that the name of our nation is Israel. അങ്ങനെ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമായി. That's how the nation of Israel was established. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ അറബികൾ യുദ്ധത്തിന് വന്നു. And 2 days later, the Arab nations came to battle them. ആ യുദ്ധത്തിൽ ഇവർക്ക് എതിർക്കാൻ തക്കവണ്ണം പ്രാപ്തിയില്ലായിരുന്നു. They did not have the ability to face that enemy. അപ്പോൾ ദൈവം തേനീച്ചകളെ അയച്ച് അറബികളെ ഓടിച്ചു കളഞ്ഞു. And I talked about how God sent the honeybees and scattered the enemies. 1956 ഒരു യുദ്ധം ഉണ്ടായി. In 1956, there was another war. അറബികൾ സൂയസ് കനാലിന്റെ വാതിലങ്ങ് അടച്ചു കളഞ്ഞു. What the Arab nations did was block the Suez Canal. ഇസ്രായേൽ ഗാസയിലും സീനായി മേഖലയിലും വലിയ യുദ്ധം ചെയ്ത് അത് ക്രമീകരിക്കാനിടയായി. And the nation of Israel did a great battle in Sinai as well as in Gaza to win that war. 1967 ഗലീല കടലിനെ കുറിച്ച് തർക്കമുണ്ടായി. And in 1967 there was a debate about the Sea of Galilee. അത് ഈജിപ്തുമായിട്ടുള്ള തർക്കമായിരുന്നു. That was a debate with the nation of Egypt. അന്ന് അവിടെ പ്രസിഡന്റ് ആയിരുന്നു നാസറായിരുന്നു. Nasser was the president of Egypt. ഞാൻ ഈ പത്രങ്ങളെല്ലാം അന്ന് എനിക്ക് 17 വയസ്സുണ്ടായിരുന്നുള്ളൂ. At that time I was 17 years old. ഞാനിതെപ്പോഴും വായിക്കുമായിരുന്നു. I used to read these news. നാസർ എന്താണ് പറഞ്ഞത്? What did Nasser say? 83 സങ്കീർത്തനത്തിന്റെ വാക്യമാണ് പറഞ്ഞത്. And he said the verse in Psalms 83. ഇസ്രായേൽ ജാതി ആയിരിക്കാതെ അവരെ മുടിച്ചു കളയാം. That you need to destroy the nation of Israel such that they are no longer a people. അവരുടെ പേര് ഇനി ഓർക്കരുത്. That their name should not be remembered any അത് longer. 6 ദിവസത്തെ യുദ്ധമായിരുന്നു. That was a 6-day battle. ആ യുദ്ധത്തിൽ ജയിക്കത്തക്ക വലിയ കഴിവൊന്നും അവർക്കില്ലായിരുന്നു. They did not have the ability to win that എന്നാൽ war. യഹൂദന്മാർ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ But as they were battling that war, അവർ ഒരു കാഴ്ച കണ്ടു. they saw this vision. സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു കൈ താഴുകയും ഉയരുകയും ചെയ്യുന്ന കാഴ്ച കണ്ടു. They saw this hand coming down and going back up into the heavens. ദൈവം അവർക്ക് അനുകൂലമാണെന്ന് മനസ്സിലായി. They understood
understood their God was on their side. ആ യുദ്ധത്തിൽ അവർ ജയിച്ചു. They won that war. പിന്നെ 1973 ഒക്ടോബർ മാസം 6 തീയതി ഒരു യുദ്ധം ഉണ്ടായി. October 6, 1973, there was another war. സൂയസ് കനാലിൽ താൽക്കാലിക പാലങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഈജിപ്ഷ്യൻ സൈന്യങ്ങൾ ഇസ്രായേലിലേക്ക് കയറി. Using the Suez Canal and putting temporary structures, the Egyptian soldiers went into the land of Palestine. സിറിയ തന്റെ സൈന്യത്തെ അയച്ചു. And Syrians sent their army as well. ഇവർ ഓർക്കാപ്പുറത്ത് ആകാശത്തും കരയിലെല്ലാം വലിയ യുദ്ധം. And without knowing, both in the skies and in the land, there was this great war. എന്നാൽ ഇസ്രായേൽ എന്ത് ചെയ്തു? What did the nation of അവരുടെ Israel? സൈന്യം സൂയസ് കനാൽ കടന്ന് ഈജിപ്തിൽ നിലയുറപ്പിച്ചു. And they crossed over the Suez Canal and established themselves in Egypt. അവർ പല പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. And they captured many places. അപ്പുറത്തേക്ക് ഇവർ ഈജിപ്തിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഇടപെട്ട് യുദ്ധം നിർത്തണമെന്ന്. And when they got into Egypt, America and the UK said, you need to stop this war. ഈയിടെ ഉണ്ടായ യുദ്ധം നമുക്ക് അറിയാമല്ലോ. You know about the war that's happening now. ഞാൻ എന്തിനു വിവരിക്കുന്നു? Why do I describe this? അതേ അത്തിയെ നോക്കി രൂപപ്പെടുത്തി. Look at the fig and learn this lesson. അതിന്റെ കൊമ്പുകളായി. And that as the branches become ഇല tender, തളർത്തു. and when it puts out its leaves, വേനലടുത്തിരിക്കുന്ന നിങ്ങൾ അറിയുന്നല്ലോ. know that summer is near. ഒരു മർമ്മം കൂടെ പറഞ്ഞിട്ട് ഇവിടെ I'm അവസാനിപ്പിക്കാം. going to say one more mystery and stop. അവരുടെ ആത്മീയ ഭ്രംശത്തിന്റെയും അക്ഷരീയ ഭ്രംശത്തിന്റെ ഇടയിലാണ് നമ്മുടെ കർത്താവായ യേശു കാൽവരി ക്രൂസിൽ മരിച്ചത്. The physical rejection and their spiritual rejection, the midst of that is the crucifixion of Christ. അവരുടെ ആത്മീയ അല്പഞ്ഞം നടക്കേണ്ടവരുടെ അക്ഷരീയ അംഗീകരണമാണ്. Now what needs to happen is their physical acceptance. ആദ്യമേ അവർ അക്ഷരീയ അംഗീകരണം നടക്കണം. First their physical acceptance need to happen. അതിനുശേഷം അവർ ആത്മീയ അംഗീകരണം നടക്കണം. Then their spiritual acceptance need to happen. ലോകത്തിലുള്ള അനേക യഹൂദന്മാർ പാലസ്തീനിലേക്ക് കയറി അവരുടെ അക്ഷരീകരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. And today many Jews are coming back to the land of Israel and the physical acceptance is happening. ആത്മീയ ഭ്രംശത്തിന്റെ അക്ഷരീയ ഭ്രംശത്തിന്റെ ഇടയിൽ യേശു മരിച്ചു. And between the physical rejection and the spiritual rejection, Christ died on the cross. ഇനി അക്ഷരീയ അംഗീകരണത്തിന്റെയും ആത്മീയ അംഗീകരണത്തിന്റെയും ഇടയിൽ നമ്മുടെ കർത്താവ് വരണം. And between the physical acceptance and the spiritual acceptance, our Lord has to come back. അവരുടെ ആത്മീയ അംഗീകരണം നടക്കുന്നപ്പോൾ നിങ്ങൾക്ക് അറിയാമോ? Do you know when their spiritual acceptance will happen? നമ്മുടെ കർത്താവായ യേശു പരസ്യമായി ഒലിവുമലയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ On the public coming of our Lord Jesus Christ when he comes to Mount Olive. അന്ന് യഹൂദന്മാർ കുറ്റമെങ്കിലേക്ക് നോക്കും. And the Jews will look at the one that they speared. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്ന പോലെ വിലപിക്കും. And they will cry out like they cried out for their sons. അവരുടെ അക്ഷരീയ അംഗീകരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. While their physical acceptance is happening at the moment. ഇസ്രായേൽ വലിയൊരു ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. And the nation of Israel has become a power. അതേ സെലൻസ്കി ഇസ്രായേലിന്റെ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. Zelensky has reached out to Israel for their help. ഇസ്രായേലിന്റെ പ്രസിഡന്റ് റഷ്യയിൽ കടന്നുപോയി പുടിനുമായി സംസാരിക്കുകയുണ്ടായി. And the Israel prime minister has gone to Putin and have had conversations with him. ഇസ്രായേൽ ലോകത്തിലെ വലിയൊരു ശക്തിയാണ്. The nation of Israel is a power in this world. അവരുടെ അക്ഷരീയ അംഗീകരണം ഏകദേശം നടന്നിരിക്കുകയാണ്. Their physical acceptance is almost happened. ഇനി അവരുടെ ആത്മീയ അംഗീകരണമാണ് നടക്കേണ്ടത്. Now their spiritual acceptance needs to happen. അതിനു മുമ്പ് നമ്മുടെ കർത്താവ് വരണം. And before that our Lord needs to come back. അവരുടെ ഭ്രംശം ലോകത്തിന് നിരപ്പിന് ഹേതുവായെങ്കിൽ, If their rejection meant the reconciliation of the world, അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? what will their acceptance mean but life from the dead? ഈ ദിവസങ്ങളിൽ കർത്താവ് വരും. These days our Lord will come നിങ്ങൾ back. നോക്കി കഴിഞ്ഞാൽ അധികം താമസമില്ല. It's not going to tarry much long. നമ്മൾ കൈപ്പായിരിക്കാൻ പാടില്ല. You should not have a bitter root in you. നമ്മുടെ കൂട്ടായ്മയുടെ ബലം വർദ്ധിക്കണം. Your strength of your fellowship needs to be stronger. നമ്മൾ അടുത്ത ആഴ്ച ഇവിടെ കൂടി വരാൻ ഒക്കും നമുക്കറിയാമല്ലോ. You do not know if you will be here next week. നമ്മുടെ കർത്താവിന്റെ വരവ് വാതിക്കലായിരിക്കുന്നു. The coming of our Lord is nigh. അത്തിയെ നോക്കി രൂപമെടുപ്പി. Learn this lesson from the fig. അതിന്റെ കൊമ്പുകളായിരിക്കുന്നു. That the branches has become tender. ഇല തളിർക്കുന്നു. That it has put out its leaves. അവന്റെ വരവ് വാതിക്കലായിരിക്കുന്നു. His coming is nigh. ഇത് കാണുമ്പോൾ നിങ്ങൾ തല ഉയർത്തിവിന്നാണ് മാർക്കോസിന്റെ സുവിശേഷത്തിൽ And പറഞ്ഞിരിക്കുന്നത്. in Mark he says, when you see this, lift up your heads. മരിച്ചവർ ഉയർക്കാൻ പോകുകയാണ്. The dead will rise. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും The Lord with a great shout. പ്രധാനതയുടെ ശബ്ദത്തോടും With the voice of the archangel. ദൈവത്തിന്റെ കാഹളത്തോടും With കൂടെ the trumpet of God. സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരും. When he comes down from heaven. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. Those who have died in Christ will rise up first. ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. And those of us that are here alive will transform. അവർ
ഒരുമിച്ച് മേഘങ്ങളിലേക്ക് and എടുക്കപ്പെടും. together we will ascend into the ഈ heavens. വചനങ്ങൾ കൊണ്ട് അന്യോന്യം And ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. with these words, you need to comfort each നമ്മുടെ other. കർത്താവ് വരുന്നു. Our Lord is going to come. ഇനി ഒട്ടും താമസമില്ല. It's not going to delay. നമുക്ക് നമ്മുടെ കണ്ണിൽ അടയ്ക്കാം. Let's close our eyes. അവരുടെ ഭ്രംശം ലോകത്തിന് നെരുപ്പായിന്റെ ഹേതുവായെങ്കിൽ If their rejections meant the reconciliation of the world, അവരുടെ അംഗീകരണം മരിച്ചോട് ഉയർപ്പെന്നല്ലാതെ എന്താകും? what will their acceptance mean but life from the dead? നമ്മുടെ തല ഉയർത്താം. Let's lift our heads. നമ്മുടെ കർത്താവിന്റെ വരവിനെ കാത്തിരിക്കാം. Let's wait upon the coming of our ഒരു Lord. വിശുദ്ധീകരണം പാലിക്കാം. Let's live a life of holiness. നമ്മൾ ഐക്യമത്യപ്പെടാം. Let's be united. കർത്താവിനെ സ്വീകരിപ്പാൻ ഒരുങ്ങാം. Let's get ready to accept our Lord. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. May God bless you with these words. കർത്താവിന്റെ മേശയിലേക്ക് പ്രവേശിക്കുകയാണ്. Let's get into the Lord's table. ആ ദേവേശാ യേശു പരാ ജീവനെ നീ കായ് വെടിഞ്ഞു ദേവേശാ യേശു പരാ ജീവനെ നീ കായ് വെടിഞ്ഞു ജീവനറ്റ പാപികൾക്ക് നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. ദൈവദാസന്മാര് ഈ കർത്തൃമേശയിൽ സഹകരിപ്പാൻ തക്കണമെന്ന് നിന്നിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നോക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവിടെ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം രക്തത്തിൽ പുതിയതുമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തം സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ താൻ ശോധനയിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. നമുക്കൊരു ശുദ്ധീകരണത്തിലേക്ക് കടന്നു വരാം. ഇന്ന് പൽക്കാലം നമ്മുടെ കർത്താവായ യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മെ പൂർണ്ണമായൊന്ന് കഴുകേണ്ടതിന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ പാസ്റ്റർ മാത്യു ചെറിയാൻ പ്രാർത്ഥിക്കും. ആമേൻ. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രവും കുടിക്കുകയും ചെയ്യുവാൻ പാടില്ല. നമുക്കൊരു ശുദ്ധീകരണത്തിന് വേണ്ടി നമുക്കൊരല്പസമയം ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ വാക്കിൽ, നമ്മുടെ നടപ്പിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ പ്രവർത്തനത്തിൽ വന്നിരിക്കുന്ന എല്ലാ കുറവുകളും നമുക്കൊന്ന് ഏറ്റു പറയാം. അവൻ്റെ പുത്രനാകുന്ന യേശുവിൻ്റെ രക്തം സകല പാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കാൽവരിയിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി രക്തം ചൊന്തി ഹല്ലേലൂയ. അവൻ്റെ അവസാനത്തോളം രക്തം വരെയും നമുക്ക് വേണ്ടി വിട്ടു തന്നു. നമ്മൾ തകർക്കപ്പെടേണ്ട സ്ഥാനത്ത് യേശു തകർക്കപ്പെട്ടു. എല്ലാവരും ശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഈ മേശയിൽ പങ്കുകൊള്ളുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ രക്തം കൊണ്ട് ഞങ്ങൾ എല്ലാവരും കഴുകണമേ. ഞങ്ങളെ പൂർണ്ണമായി വെടിപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അപ്പമീഞ്ഞുകൾ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത നാൾ രാത്രി അവൻ അപ്പമീഞ്ഞുകളെടുത്ത് സ്തോത്രം ചെയ്തു. ഈ അപ്പമീഞ്ഞുകളെ അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ അപ്പമീഞ്ഞുകളെ അനുഗ്രഹിച്ചു തരുമാറാണമേ. അങ്ങയുടെ ശരീരത്തെയും അങ്ങയുടെ രക്തത്തെ ഓർപ്പിക്കുന്ന ഈ അപ്പവീഞ്ഞുകൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ കരം കൊണ്ട് തന്നെ അനുഗ്രഹിച്ച് വാഴ്ത്തി തരണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഈ അപ്പവീഞ്ഞുകൾ ദൈവദാസന്മാർ നിങ്ങളുടെ അരികിലേക്ക് കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവരും ഇത് കൈ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഒന്നിച്ച് അത് ഭക്ഷിപ്പാൻ തക്കവടിയായി തീരട്ടെ. ആദ്യമായി ഇതിൻ്റെ ഒരു താള് വെളുത്തുമ്പോൾ അപ്പം കിട്ടും. അത് കൈ പിടിച്ചുകൊണ്ട് നിൽക്കുക. അതിന് ശേഷം പിന്നീട് വീഞ്ഞിൻ്റെ ആ താള് നമുക്ക് തുറക്കാം. അത് ആ നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹം മാത്രം യേശുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാടാം. ക്രൂസിന്മേൽ കാണുന്ന ദാരിദ, ക്രൂസിന്മേൽ കാണുന്ന
ചാകുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാ പാപത്തെ ദൈവമേ ഓ ഈ മഹാ പാപത്തെ ദൈവമേ പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ഈ അപ്പം കൈ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, നന്ദിയോട് സ്തോത്രം. അങ്ങയുടെ ശരീരത്തെ ഓർപ്പിക്കുന്ന ഈ അപ്പം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ മുറിവേറ്റ കരങ്ങളാൽ ഈ അപ്പത്തെ അനുഗ്രഹിച്ചു തരണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോട് കേൾക്കണമേ. നാം നോർക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലോ. അവിടെ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രത്തെ അനുഗ്രഹിക്കുന്നതിനായി നമുക്കെല്ലാവർക്കും കരങ്ങൾ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവെ, അങ്ങയുടെ രക്തത്തെ ഓർപ്പിക്കുന്ന ഈ പാനപാത്രം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ അവസാനത്തോളം രക്തം വരെ ഞങ്ങൾക്ക് വേണ്ടി ഊറ്റിത്തന്നു. അങ്ങയുടെ കരങ്ങളാൽ അനുഗ്രഹിച്ചു തരണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ. എല്ലാവരും കുടിക്കാം. Jesus, I love thee. I know thou art mine. For thee all the follies of sin I resign. My gracious Redeemer,
പാനപാത്രം കിച്ചനാൽ നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ദൈവമക്കളെ, മേശമേൽ നീ അപ്പം വീഞ്ഞ് ശേഷിച്ചിട്ടുണ്ട്. ഇനി അനേരെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരേണ്ടതിനായി പ്രാർത്ഥിക്കാം. എല്ലാവരും കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. കർത്താവെ, മേശയിൽ പങ്കാളികളായി തീരുവാൻ ഞങ്ങടിയാക്കിനാൽ സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇനി അനേകരെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റുന്ന് ഒരു പ്രത്യാശയുടെ ഗാനം പാടാം. കൊയർ മുൻപോട്ട് കടന്നു വരാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റുന്ന് കരങ്ങളടിച്ച് പാടാം. വിശുദ്ധ ചുമനം അത് ഇപ്പോൾ ഇല്ല. നമുക്കെല്ലാവരും കരങ്ങളടിച്ച് പാടാം. പ്രൈസ് ദി ലോർഡ്. വീണ്ടെടുപ്പിൻ നാളടുത്തിതാ, മാറ്റൊലി ഞാൻ കേട്ടിടുന്നിതാ. വീണ്ടെടുപ്പിൻ നാളടുത്തിതാ, മാറ്റൊലി ഞാൻ കേട്ടിടുന്നിതാ. ലോകമെങ്ങും പോകാം, സാക്ഷികളായി തീരാം, കാലമെല്ലാം തീരാറായല്ലോ. ലോകമെങ്ങും പോകാം, സാക്ഷികളായി തീരാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. ശത്രു നിന്റെ മുൻപിലുള്ളതാ, എല്ലുമേ ഭയന്നിടേണ്ട നീ. ശത്രു നിന്റെ മുൻപിലുള്ളതാ, എല്ലുമേ ഭയന്നിടേണ്ട നീ. എന്തു രസവായുധം കോട്ട കാത്തുകൊള്ളുക, ക്രിസ്തു തന്നെ സേനാനായകൻ. എന്തു രസവായുധം കോട്ട കാത്തുകൊള്ളുക, ക്രിസ്തു തന്നെ സേനാനായകൻ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. ദേശത്തിന്റെ കാവൽ ചെയ്തിടും കാവൽക്കാര രാത്രി എന്തായി. ദേശത്തിന്റെ കാവൽ ചെയ്തിടും കാവൽക്കാര രാത്രി എന്തായി. ദൂരെ നിന്നു കേൾക്കും നാദമെന്റെ കാതിൽ, കാവൽക്കാര രാത്രി എന്തായി. ദൂരെ നിന്നു കേൾക്കും നാദമെന്റെ കാതിൽ, കാവൽക്കാര രാത്രി എന്തായി. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വന്നിടും പ്രഭാതം ഒന്നതിൽ, വന്നു വന്നുദിക്കും സൂര്യനാ. വന്നിടും പ്രഭാതം ഒന്നതിൽ, വന്നു വന്നുദിക്കും സൂര്യനാ. അന്നു തൻ വിശുദ്ധ നിത്യതയിലേക്കും നിത്യകാലം വാഴും മോദമാ. അന്നു തൻ വിശുദ്ധ നിത്യതയിലേക്കും നിത്യകാലം വാഴും മോദമാ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. ദേശത്തിന്റെ കാവൽ ചെയ്തിടും കാവൽക്കാര രാത്രി എന്തായി. ദേശത്തിന്റെ കാവൽ ചെയ്തിടും കാവൽക്കാര രാത്രി എന്തായി. ദൂരെ നിന്നു കേൾക്കും നാദമെന്റെ കാതിൽ, കാവൽക്കാര രാത്രി എന്തായി. ദൂരെ നിന്നു കേൾക്കും നാദമെന്റെ കാതിൽ, കാവൽക്കാര രാത്രി എന്തായി. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വന്നിടും പ്രഭാതം ഒന്നതിൽ, വന്നു വന്നുദിക്കും സൂര്യനാ. വന്നിടും
കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. തിരുവനന്തപുരത്ത് കൂടെ ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങൾ പാടുവാനുള്ള കൃപ കൊടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ. ആമേൻ.